ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേയിലെ വിശേഷങ്ങളാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ നമ്മളുടെ അകത്തെ ഗ്യാസ് തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചായയും എല്ലാം എന്താ പുറത്താണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാൻ പോവാണ്. പുട്ട് ഓൾറെഡി പൊടി നനച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തേങ്ങയാണ് ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത് കണ്ടത്. തേങ്ങ അപ്പോൾ ഞാനിങ്ങനെ മിക്സിയുടെ ജാറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കും മിക്സിയുടെ ജാറിൽ തന്നെ. കൊത്തിയെടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ 2-3 തേങ്ങയൊക്കെ ഒരുമിച്ച് അതേപോലെ അടിച്ചിട്ട് ഫ്രീസറിൽ വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. ഫ്രഷ് ആയിട്ട് എടുക്കുന്ന അതായത് തേങ്ങ അരച്ച് ചേർക്കുന്ന കറികൾക്ക് മാത്രമാണ് അപ്പോൾ ഉള്ള പുതിയ ഒരു ഇതായിട്ട് എടുക്കുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന തേങ്ങ തന്നെയാണ് ഞാൻ എടുക്കാറ്. സാധാരണ രീതിയിൽ ഞായറാഴ്ച കുറച്ച് വൈകിയാണ് എല്ലാം തുടങ്ങാറ്. പക്ഷെ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെയാണ് കേട്ടോ. കാരണം 10 മണിക്ക് ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. മാത്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഓൾറെഡി ഇതാ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ബീഫ് വാങ്ങിച്ചിട്ട് വന്നായിരുന്നു രാവിലെ. അപ്പോൾ ഹസ്ബൻഡ് ആദ്യം തന്നെ ഇതാ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഹസ്ബൻഡ് ബീഫ് കറി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ആഹിൽ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ആഹിലിന് പരിപ്പ് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അതാകുമ്പോൾ ഉച്ചയ്ക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ്ടോ അതാ പുറത്തെ ഗ്യാസും തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ആദ്യം ഒരു ഗ്യാസ് തീർന്നു, അതിൻ്റെ പുറകെ തന്നെ അടുത്ത ഗ്യാസും തീർന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇൻഡക്ഷനാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇൻഡക്ഷൻ യൂസ് ചെയ്തപ്പോൾ ഇൻഡക്ഷൻ കംപ്ലൈൻറ്റ് ആവുകയും ചെയ്തായിരുന്നു. പിന്നെ ശരിയാക്കി കൊണ്ടുവന്നാണ്. ആ സെയിം പോലെ തന്നെ ഇപ്പോഴും അതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം അകത്തെ ഗ്യാസ് തീർന്നു, പിന്നെ പുറത്ത് തീർന്നു. അപ്പോൾ ഞാൻ ഇൻഡക്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ എപ്പോഴും കുക്കിങ്ങിനാണ് യൂസ് ചെയ്യാറൊന്നുമില്ല. ഞങ്ങൾ ആകെ കുടിക്കാനുള്ള വെള്ളം മാത്രമാണ് ഇൻഡക്ഷനിൽ തിളപ്പിക്കാറ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എന്തൊക്കെ പാത്രങ്ങൾ ഇതിൽ കറക്റ്റായിട്ട് പോകും എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഒരു കുഞ്ഞു കുക്കറിൽ, നമ്മൾ സാധാ എപ്പോഴും എടുക്കുന്ന കുക്കറിലാണ് കറി വെക്കാൻ വേണ്ടി വെച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ അത് പറ്റുന്നില്ല. പിന്നെ അത് മാറ്റി വേറെ കുക്കർ വെച്ചു. അപ്പോൾ ഓൾറെഡി ഒരു 4 കുക്കറുണ്ട്. അതിലൊരു കുക്കർ മാത്രമുണ്ട് നമുക്ക് ഇൻഡക്ഷനിൽ സ്യൂട്ട് ആവുന്നത്. ഭാഗ്യത്തിന് പുട്ടിൻ്റെ പാത്രം കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുട്ട് റെഡിയായി. അപ്പോൾ ഞാൻ വേഗം പരിപ്പ് കറിയും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം 10 മണിക്കാണ് 10 മണിയായപ്പോഴത്തേനും ട്യൂഷന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മാത്സ് ആണ് നെക്സ്റ്റ് വീക്കിൽ, അതായത് 13th വന്നത്. അപ്പോൾ മാത്സ് ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരത്തെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ മാത്സ് പഠിക്കാനായിട്ട്. ചൊവ്വാഴ്ചയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്സ് ഒന്ന് നമ്മളെങ്ങും എത്തിയിട്ടില്ല, ബാക്കി എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കാരണം അഡീഷണൽ ട്യൂഷൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ട്യൂഷന് കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചി കേക്ക് തന്നാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ആഹിലിൻ്റെ സെയിം ഏജ് ആണ് അവളും വരുന്നത്. അപ്പോൾ അങ്ങനെ കേക്ക് കഴിച്ചു. അപ്പോൾ ഹസ്ബൻഡ് അത്ര നേരം വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു മരിപ്പ് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയേക്കുമായിരുന്നു. പോയി വന്നപ്പോൾ അതാ നിറച്ച് കോർണറ്റോയും ചോക്കോബാറൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കോർണറ്റോ കഴിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ കോർണറ്റോ അല്ല, ഐസ്ക്രീം ഫില്ലഡ് വിത്ത് കോൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കുറച്ച് ലേറ്റ് ആവും കേട്ടോ. അത്യാവശ്യം ചോക്ലേറ്റ്സ് ഇതൊക്കെ കഴിച്ചതിന് നമുക്ക് ഒട്ടും വിശപ്പുണ്ടാവില്ലല്ലോ. അപ്പോൾ പുറത്ത് നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മൾ ഉണക്കാൻ വെച്ചിരിക്കുന്ന മുളക് അത്യാവശ്യം റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉണക്കം കൂടി മതി കേട്ടോ. നമുക്ക് പൊടിപ്പിക്കാനായിട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ലൊരു ക്രിസ്പി പോലെ ആയിട്ടുണ്ട്. നല്ല വെയിലാണ് ഈ ഒരു ഫ്രണ്ടിൽ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറിൻ്റെ ഇതൊക്കെ കറക്റ്റായിട്ട് ഇൻഡക്ഷനിൽ നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് സ്യൂട്ടാവുന്ന കുറച്ച് പാത്രങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കുക്കറാണ് ഒരു പണി കിട്ടിയത്. അപ്പോൾ ഏത് സാഹചര്യമാണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമല്ലോ. ഇനിയിപ്പോൾ ഗ്യാസ് കിട്ടുന്നവരെ ഇതേ ഉള്ളൂ വഴി. അപ്പോൾ ഇത്ര ഉള്ളോട്ടെ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.